ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മുൻ ന്യൂസ് ചാനൽ. നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. How are you? Nice to meet you. Kumuli, Rahim, Kumuli, Pagal. Minta mana? Mana? Girls. Two girls. पूरा नहीं है, चाहिए. एक ही चाहिए बस. നെയിം, ഗേൾസ് നെയിം? आयशा मुनी, इला मुनी. ഇലാമുനി. വൈഫ് നെയിം? വൈഫ് നെയിം സഞ്ജിത് അല്ല സാജിദേ? സഞ്ജിത്. സാനപ്പതി കൊടുക്ക്. മലയാളം കല്യാണം പഠിച്ചേക്കില്ലേ? എല്ലാം അറിയാം, നമുക്ക് എല്ലാം അറിയാം. ഈ വീഡിയോ നമ്മൾ ബദ്രിൻ്റെ വീട്ടിൽ പോയി വന്നന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ്. കണ്ടോൽക്കേ ഇത് മനസ്സിലാവും കേട്ടോ. ഞങ്ങളാണ് തിരിച്ചു പോകുമ്പോൾ രാത്രി 1 മണി കഴിഞ്ഞ് കിട്ടും. 1 മണിക്ക് ശേഷമാണ് ഞങ്ങൾ പോരുന്നത്. ആ റോഡിൽ കൂടി ഇങ്ങനെ നടന്ന് പോരുകയാണ്. നമ്മുടെ നാട്ടിൽ കൂടിയൊക്കെ സമയത്ത് ഇങ്ങനെ നടന്ന് പോരുമോ? ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഒന്ന് കയറി തണുത്തൊക്കെ വാങ്ങി കുടിച്ച് അങ്ങനെ നടന്ന് പോവുകയാണ്. അവിടെ പണിക്ക് നിൽക്കുന്ന 2 കിളികളാണ് കേട്ടോ. കിളികൾ കുറേശ്ശെ മലയാളമൊക്കെ സംസാരിക്കുമോ. എന്നിട്ട് മക്കളെ കണ്ടിട്ട് പറയും ഏറ്റവും ഒന്ന് എനിക്ക് തരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചെങ്കിൽ എനിക്ക് മക്കളില്ലെന്ന് ചോദിച്ചപ്പോൾ എന്നെ പറഞ്ഞു 2 പെൺകുട്ടികളുള്ളേക്ക് ഒരു ആൺകുട്ടീനെ വേണ്ടിയിരുന്നു. എന്നപ്പോൾ കേട്ടോ ഞാൻ ചോദിച്ചത് എനിക്ക് എത്ര മക്കളാളുന്ന്, മക്കളെ പേരെന്തെന്നാന്ന്, ഓളെ പേരെന്തെന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞു തന്നു കിട്ടോ. പിന്നെ ഞങ്ങൾ പുരയിലൊക്കെ വന്ന് കുളിക്കുകയും നിസ്കരിക്കുകയൊക്കെ ചെയ്ത് കിടന്നിറങ്ങുമ്പോൾ 2 മണിയൊക്കെ കഴിഞ്ഞ് കിട്ടോ, 2:30 അയക്കുന്നു. പിന്നെ പിറ്റേന്ന് വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കേട്ടോ ബാക്കി. പിറ്റേന്ന് വൈകുന്നേരം ഞാൻ കാക്കി മക്കളും കൂടി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ റോഡ് കൂടി ഇങ്ങനെ ആടിനെ മേയ്ക്കാൻ വിട്ടിക്കുന്നു കേട്ടോ. ആളൊപ്പരൊന്നുമില്ല, ഒരു സ്വന്തം ഇങ്ങനെ നടന്ന് പോവുകയാണ്. കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ്. ഇവിടെ അടുത്തൊരു തോട്ടമുണ്ടെന്ന് പറഞ്ഞിട്ട് അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. നല്ല പച്ചപ്പൊക്കെ ഉള്ള സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതാണ് കാണാമല്ലോ വിചാരിച്ച് അങ്ങനെ ഒന്ന് ഇറങ്ങിയതാണ്. ഇവിടെ മദ്രസ ഉണ്ട് കേട്ടോ, അറബി കുട്ടികൾ പഠിക്കുന്നതാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്നത്. പിന്നെ നമ്മൾ വണ്ടി റോഡുമ്മിലൊക്കെ സൈഡാക്കി വെച്ച് പിന്നെ അങ്ങോട്ട് നടന്ന് പോകുകയാണ്. അവിടെ വലിയൊരു ഗേറ്റ് ഉണ്ട് കേട്ടോ, അത് ഓപ്പൺ ആക്കാത്തതും കൊണ്ടാണ് പിന്നെ വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകേണ്ടത്. അങ്ങനെ നമ്മൾ വന്ന് കണ്ടിട്ട് ഓല് വന്ന് ഗേറ്റൊക്കെ തുറന്ന് നമ്മളോട് ഉള്ളിൽ കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറാൻ വേണ്ടി പോകാം. ഇതാണ് കേട്ടോ അറബി കുട്ടികളെ മദ്രസ ഞാൻ ഫസ്റ്റ് കാണിച്ചു കഴിഞ്ഞല്ലോ. ഇതാണ് ആ മദ്രസ. അതിൻ്റെ അപ്പുറത്തെ ഒരു ബിൽഡിങ്ങോ എന്തോ സെക്യൂരിറ്റി അങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങോട്ടും നമ്മൾ പോയില്ല. പിന്നെ നമ്മൾ ഈ വലിയൊരു ഗേറ്റ് ഉണ്ട്, ആ ഗേറ്റും കടന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് കടന്നതാണ്. ഉള്ളിലേക്ക് കടന്ന് നോക്കുന്നത് നല്ലൊരു ഭംഗി കേട്ടോ കാണാൻ തന്നെ. നാട്ടിലും കൂടി ഞാൻ കണ്ടില്ല ഇത്രയും തോനെ മാവ് ഒരു പേരിൻ്റെ അടുത്തൊന്നും കേട്ടോ. ഒരു മാവിൻ്റെ തോട്ടം തന്നെയാണ്, ഇഷ്ടംപോലെ മാവുണ്ട്. പിന്നെ എന്തൊക്കെ മുന്തിരി വള്ളി അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഭാഗത്തൂടെ ഞങ്ങൾ പോയില്ല, അധികം അങ്ങോട്ടും ഞങ്ങൾ പോയില്ല. ഈ മുന്തിരി വള്ളിയൊക്കെ കണ്ടിട്ട് നല്ലൊരു സന്തോഷം കേട്ടോ. ഈ മുന്തിരിയൊക്കെ ഉള്ള സമയത്ത് എങ്ങനെ വന്നിനെങ്കിലും എന്നൊക്കെ അങ്ങനെ തോന്നിപ്പോയി. പിന്നെ കർമൂസത്തൈ ഉണ്ട്, പേരക്കത്തൈ ഉണ്ട്, പിന്നെ സപ്പോർട്ടുണ്ട്. സപ്പോർട്ടൊക്കെ പകുത്തെടുക്കുന്നുണ്ട്. അതൊക്കെ തിന്നാനും നോക്കാനൊന്നും ആരും ഇല്ലാന്ന് തോന്നുന്നു. പിന്നെ വാഴക്കൃഷിയൊക്കെ ഉണ്ട് കുറേ, അതൊക്കെ ഭാഗത്തേക്കാട്ടോ. പിന്നെ കുറേ കയ്യിലൂടെയൊക്കെ നടന്നതല്ലാണ്ട് ഞാൻ കുറേ ചുറ്റി കറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. കുറച്ച് ഭാഗത്തൂടെയൊക്കെ പോയി ഞങ്ങൾ 2 സപ്പോർട്ടൊക്കെ ഒടിച്ച്. പിന്നെ ഒരു നാരങ്ങ കേട്ടോ, എന്ത് നാരങ്ങ, മാന്തള നാരങ്ങ, ചെറുനാരങ്ങ അങ്ങനത്തെ ഒന്നും കേട്ടോ, വലിയൊരു നാരങ്ങ ഉണ്ട്, അച്ചാറിടുന്ന സൈസാണെന്നൊക്കെ തോന്നുന്നത്. അങ്ങനത്തെ ഒരു നാരങ്ങ ഉണ്ട്. ഇങ്ങനത്തെ സാധനമൊക്കെ ഈ മരുഭൂമിയിൽ ഉണ്ടാകുമല്ലോ എന്നാണ് ഞാനിങ്ങനെ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ എന്തേത്ര വെയിലും ചൂടാണ് മക്കളെ. ആ സമയത്ത് ഇതാ തളിർത്ത ഇലയൊക്കെ കണ്ടില്ല ഞങ്ങൾ, നല്ല തളിരെടുത്ത ഇലയാണ്. ഇതാ മാവുമ്മലാണെങ്കിലും മുന്തിരി വള്ളിമ്മലാണെങ്കിലും ഒക്കെ അങ്ങനത്തെ. മാവാണെങ്കിൽ പൂത്തൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? ഇഷ്ടംപോലെ മാത്തായി ഉണ്ട് കേട്ടോ. ഇമ്മലൊക്കെ എല്ലാം മാങ്ങയുണ്ടാവും. ഈ മാങ്ങയുള്ള സമയത്തൊന്നും ഇങ്ങോട്ട് എത്തിപ്പെട്ടില്ലല്ലോ എന്നാണ് വിചാരിക്കുന്നത്. ഇത് മാങ്ങയും ചക്കയൊന്നും ഇല്ലാത്ത സമയത്തായി ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയത്. എന്നാലും ഇതൊക്കെ ഒന്ന് കണ്ട് ഞാൻ ആസ്വദിക്കാനായല്ലോ ഉള്ള സന്തോഷത്തിലാണ് ഞാൻ. നിങ്ങൾ കണ്ടോ ഉണ്ണിമാങ്ങ? കണ്ടത് ചെറിയ ഉണ്ണിമാങ്ങ. ഞങ്ങളെ നാട്ടിലൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. ഇത്രയും അടുത്തടുത്ത് ഇങ്ങനെ മാത്തായി വെച്ച് പിടിപ്പിച്ച് കഴിയുമ്പോൾ മാങ്ങ ഉണ്ടാകുന്നതും ചെറിയ കുറ്റി മാത്തായിയോ ഒക്കെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അങ്ങനെ പച്ചപ്പിൽ നിൽക്കുന്നു. ഇത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണല്ലോ. എന്നുവെച്ചാൽ ഉയരല്ലാണ്ടാണ് ഈ മാത്തായിയൊക്കെ ഉള്ളത്. ഇതിലൊക്കെ പൂവിട്ട് നിൽക്കുന്നത്, ചെറിയ ചെറിയ കായ ഉണ്ടാകുക, ഇതൊക്കെ ചെറിയത് പൂത്ത് നിൽക്കുന്നുണ്ട്. ബാക്കിയുള്ളൊക്കെ പൂക്കാനുള്ള ഒരുക്കത്തിലാണ്. പ്രത്യേക ഒരു ഭംഗി കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ ഓണർ നാട്ടിലില്ല കേട്ടോ, ദുബായ് എങ്ങാൻ പോയിക്ക്. പിന്നെ ഇതൊക്കെ നോക്കി നടത്താനൊക്കെ പണിക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങളത് പോരാനായപ്പോൾ ഒരു ആടിനെയും കൊണ്ടുണ്ട് ഒരാൾ വന്നിട്ട്. പിന്നെ ആടിനൊക്കെ മേക്കാൻ ആളായിരിക്കും. പിന്നെ കോഴിയും അതൊക്കെ ഉണ്ടാകില്ല. അങ്ങനത്തെ ഒക്കെ നോക്കാൻ ഓരോന്നിനും നോക്കാൻ ഓരോരുത്തരോ, കൃഷി നോക്കാൻ വേറൊരുത്തരോ അങ്ങനെയൊക്കെ ആയിരിക്കും. ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ആൾക്കാർ ഇഷ്ടം പോലെ വേണമല്ലോ. ഞങ്ങൾ കുറച്ച് നേരം അവിടെ പോയി നിൽക്കെങ്കിൽ ഞങ്ങൾ 2 ആളെ കണ്ടില്ല കേട്ടോ. പിന്നെ വേറെ ആരും ഞങ്ങൾ കണ്ടിട്ടൊന്നുമില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ അതിലൂടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുകയാണോ. പിന്നെ ഒരു സൈഡിലാണ് ഈത്തപ്പന കാണുന്നത്. 2-3 ഈത്തപ്പനേ ഉള്ളൂ കേട്ടോ, അല്ലാണ്ട് പനകൾ അധികമൊന്നുമില്ല. ഇതൊക്കെ മാവത്തായി തന്നെയാണ് കേട്ടോ.
ഇതൊരു ബിൽഡിംഗ് ആണ്. എന്താ അതിൻ്റെ ഉള്ളിൽ പണിയൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇവിടെയൊക്കെ ചെത്തി നന്നാക്കിയിട്ട് കർമ്മൂസത്തായി കണ്ടോങ്ങൾ വലിയൊരു മരം ഉണ്ടായിരുന്നു. ആ പൊട്ടിപ്പോയിട്ട് പിന്നെ അവിടുന്ന് തീർത്ത് വന്നാവുന്നു കൊമ്പുകളായിട്ട് ചെറിയ. ഉപ്പച്ചി മക്കളൊക്കെ നടന്ന് മുന്നിലെത്തിയിട്ടോ. ഞാനാണെങ്കിൽ ഈ വീഡിയോ എടുക്കുന്നതിനോട് ആക്കത്തിലേ ഓരോരുത്തർക്ക് എത്തുന്നുള്ളൂ. ഇതവിടെ തോട്ടൊക്കെ നനക്കാൻ വേണ്ടിയിട്ട് വെള്ളം പിടിച്ചെക്കുന്നതാണ് കേട്ടോ. ഞങ്ങൾ വിചാരിച്ച ആദ്യം സ്വിമ്മിംഗ് പൂളാണെന്ന്. ഓല് പറഞ്ഞ നല്ലത് ഇങ്ങനെ വെള്ളം എടുത്തേക്കുന്നതാണ്. ഇത് ഒന്നായിട്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ തുറന്ന് നിൽക്കണം. എല്ലാ തൈകളൊക്കെ നനക്കണ്ടേ, കുറേ തൈകളൊക്കെ അല്ലേ തോട്ടം നനയ്ക്കാനുള്ളതാണ്. പിന്നെ നല്ല വൃത്തിയുള്ള വെള്ളം കേട്ടോ. കണ്ടിട്ടൊന്ന് കുളിക്കാൻ നീന്താനൊക്കെ തോന്നുന്നുണ്ട്. ഒരു ഭാഗത്തേക്ക് നല്ല ആയണ്ട് തായ് ഭാഗത്തേക്ക് കിട്ടോ. ഞങ്ങളിങ്ങനെ പറയുമൊന്ന് മുണ്ടെടുത്തിന് ഇവിടെ ഇറങ്ങിയൊന്ന് കുളിച്ചാളായിരുന്നു നോക്കാം. ഇതാണെങ്കിൽ പുറത്തൊന്നല്ല, റൂമിൻ്റെ ഉള്ളിലാണ്. ഡോറൊക്കെ തുറന്നാണ് നമുക്കിതൊക്കെ കാണിച്ചു തരുന്നത്. നല്ല വൃത്തിയുള്ള വെള്ളമൊക്കെയാണ്. കണ്ടിട്ട് തന്നെ എന്തോ ഒരു പൂതിയാവല്. ഈറ്റാലൊക്കെ ഒന്ന് ഉണ്ടാക്കിയിരിക്കണം. നമ്മൾ പുരയെന്ന് കുളിക്കാനൊക്കെ നല്ല സുഖമാണല്ലേ. കുളം കുത്തിയോണ്ട് ഉണ്ടാകുമല്ലോ. പിന്നെ ആ വെള്ളം വേസ്റ്റ് ആയി പോകേണ്ട ബേജാറാണ്. മഴക്കാലത്തൊക്കെ എല്ലാം വെള്ളം ഉണ്ടാവും. പിന്നെ വേനലൊക്കെ ആകുമ്പോൾ കുറയല്ലോ. വെള്ളം വെറുതെ വേസ്റ്റ് ആക്കേണ്ടിയുള്ളൊരു ബേജാറേ ഉണ്ടാവും. മുത്ത് വെള്ളം തൊടാൻ അവിടെ ഇരുന്നപ്പോൾ റിഫൂന് പേടിയാണ്, കയ്യിലൊക്കെ വീണ് പോകും. എന്നിട്ട് പിടിച്ച് കളിക്കുകയാണ് ഇങ്ങോട്ട്. എല്ലാം ആയുണ്ട് അവിടെ. അങ്ങനെയാണ് ഞങ്ങൾ വെള്ളത്തിൻ്റെ ഇതൊക്കെ തിരിച്ച് പോകുന്നിട്ടോ. ഇതുണ്ടോ സപ്പോർട്ട മരത്തുമ്പോഴൊക്കെ നല്ലോണം പൂവിടുകയും കായിടുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. ചില ഭാഗത്തൊക്കെ കായ് എല്ലാം മൂക്കുകയും പകുക്കുകയും നിൽക്കും. ഇതൊക്കെ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ സപ്പോർട്ട പകുത്തൊക്കെ പൊടിച്ച് നിൽക്കുന്നത്. അത് നല്ല മധുരമുള്ള സപ്പോർട്ടാണ് കേട്ടോ. പിന്നെ കെട്ടും ഇതൊക്കെ ഉണ്ട്. എന്തോ ഒരു ചോയ ഉള്ളത്. ആ പകുത്ത് അധികം പകുത്തുമായിട്ട് പിന്നെ പകുക്കാൻ ആദ്യം നോക്കി 3-4 ഒടിച്ചിരിക്കുന്നത്. അത് അരിയിലങ്ങാൻ വെച്ച് പകുപ്പിക്കണമല്ലോ. വേഗം പകുക്കുകയും ചെയ്യും. നല്ലോണം മൂത്തതാനും കൊണ്ട്. ഇതാട്ടോ ഞാൻ പറഞ്ഞ നാരങ്ങ. നീൻ്റെ പേരെന്താ എനിക്കറിയില്ല. മാന്തളാരങ്ങാണോ ഓർമ്മയില്ല. പിന്നെ ബബ്ലി മൂസ എന്ന് അറിയുന്നൊരു നാരങ്ങ ഉണ്ടല്ലോ, അതാണോ ഓർമ്മയില്ല. എന്തായാലും മധുര നാരങ്ങയില്ല, ചെറുനാരങ്ങയില്ല, വേറെ എന്തൊരു നാരങ്ങാണ് കേട്ടോ. അതിൻ്റെ പേരറിയാമെന്നുള്ള ഒന്ന് കമൻറ്റ് ചെയ്യാണ്ടി. ബബ്ലി മൂസ എന്ന് പറഞ്ഞ നാരങ്ങങ്ങൾ ആരോ കണ്ടിരിക്കുന്നോ? വലിപ്പമുള്ളതായിരിക്കും. അത് ഇങ്ങനെ പൊളിച്ചിട്ടാണെങ്കിൽ ചുള വലിയ വലിയ ചുളയായിക്കോട്ടോ. ചിലത് നല്ല പുളിക്കുന്നുണ്ടാവും, ചിലത് നല്ലോണം മധുരിക്കുന്നുണ്ടാവും. ആ വയനാട്ടിലാണ് അധികം ഉണ്ടാകുക. നമ്മുടെ നാട്ടിലും ചില പോലെയൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറി കണ്ടിട്ടേ തിരിച്ച് പോകാൻ തോന്നുന്നില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കാനാണ് തോന്നുന്നത്. അത്രയ്ക്ക് നല്ല സുഖമുണ്ട്. നല്ല തണുപ്പും ചോലയൊക്കെ ഉണ്ട്. ഇവിടെ മരുഭൂമിയല്ലേ, നമ്മളിങ്ങനെ ചോല സ്ഥലത്ത് എത്തുമ്പോൾ നല്ലൊരു സുഖമാണല്ലോ. അങ്ങനെ നമ്മൾ തിരിച്ച് പോകാൻ വേണ്ടി റോഡ് മേലേക്ക് ഇറങ്ങിയൊക്കെ തന്നെ കെട്ടിയോനെ കാണുന്നില്ല കേട്ടോ. മൂപ്പര് എസ്റ്റേറ്റൊക്കെ കാണാൻ വഴി നടന്നങ്ങ് പോയി കഴിഞ്ഞാൽ വയ്യൊക്കെ ഞങ്ങളവിടെ നടന്ന് പോയതുമില്ല. ഇവർ കണ്ടോ കടലാസം പൂവൊക്കെ പറക്കി. നാട്ടിൽ വന്നാരെങ്ങനെയൊക്കെ പൂവ് പറിക്കാനൊന്നും കിട്ടിയില്ല കേട്ടോ. വണ്ടിയിൽ പോകുമ്പോൾ ഇങ്ങനെ കാണുന്നതല്ലാണ്ട് ഇങ്ങനെ നമ്മളാണ് തിരിച്ച് പോകുന്നിട്ടോ. പോരുന്ന വഴിക്ക് കടപ്പുറത്തേക്കാണ് പോയത്. അവിടുന്ന് മീൻ വാങ്ങാണ്ടായിട്ടാണ് കേട്ടോ പോകുന്നത്. അവിടെ കടപ്പുറത്ത് പോയി ഐസ്ക്രീമൊക്കെ ഒന്ന് വാങ്ങി. ഒരു അറബിൻ്റെ കടയിലാണ് കേട്ടോ മീനുള്ള. ഓല് വിളിച്ചിട്ടാണ് നമ്മൾ പോയത് മീൻ വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ കടയിൽ പോയി മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് മോനെ അങ്ങോട്ട് ഇറങ്ങിക്ക്. ഞങ്ങൾ വണ്ടിയിൽ തന്നെ ഇരുന്നാ കേട്ടോ. അതുപോലെ വീടിൻ്റെ സൈഡിൽ തന്നെയാണ് ആ കട. ആ കടൻ്റെ സൈഡിൽ തന്നെ കണ്ടോ പെണ്ണുങ്ങൾ സോഫ ഇട്ടിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ കേട്ടോ അധികം പെണ്ണുങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് സോഫയൊക്കെ ഇട്ടിങ്ങനെ ഇവിടെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ സൊറ പറഞ്ഞിങ്ങനെ ഇരിക്കും. ഇത് പിന്നെ രാത്രിയത്തെ വീഡിയോ ഉണ്ട്. നമ്മളെ ബദ്രിയും കെട്ടിയനും മക്കളൊക്കെ വന്നിരുന്നു. നമ്മൾ ഗിഫ്റ്റൊക്കെ കൊണ്ട് വന്നതാണ്. പിന്നെ അവർക്ക് ബ്രോസ്റ്റൊക്കെ വാങ്ങിക്കൊടുത്ത് ഫുഡോ നമ്മൾ ഉണ്ടാക്കിയത് കേട്ടോ. നമ്മൾക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. തീരെ എരും പുളിയൊന്നും ഇല്ലാത്ത ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. അവർക്ക് ബീഫായാലും ചിക്കനായാലും മീനായാലും ഒക്കെ അധികം എരിവ് പറ്റൂല. അതിനെക്കൊണ്ട് നമ്മൾ കറിയൊന്നും ഉണ്ടാക്കാൻ അതിനെക്കൊണ്ട് വാങ്ങിക്കൊടുത്തേക്കാണെങ്കിൽ പ്രശ്നമില്ലല്ലോ. അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡാകുകയും ചെയ്യും വാങ്ങിക്കൊടുത്തേക്കാണെങ്കിൽ. ഇങ്ങനെ മക്കളെല്ലാം ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ കുത്തിരി കളിക്കാൻ കേട്ടോ. അവർക്ക് ഇവരെല്ലാം കാണുമ്പോൾ എന്തോ ഒരു സന്തോഷമാണ്. അവർക്കും സന്തോഷമാണ്, ഇവർക്കും സന്തോഷമാണ്. ആ സന്തോഷത്തിലാണ് മക്കൾ. ഓല് ഫുഡൊക്കെ കഴിച്ച് കുറേ സമയം ഇരുന്നാലാണ് കേട്ടോ പോയത്. ഒരു പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങളും ഓലെ കൂടെ പുറത്തിറങ്ങി യാത്രയൊക്കെ പറഞ്ഞ് പോവുകയാണ്. ഓൽക്കും വല്ലാത്ത വിഷമമുണ്ട്, ഞങ്ങൾക്കൊക്കെ വിഷമമുണ്ട് ഓലെ പിരിയുന്നേര്. ഓല് ഇൻഷാല്ലാ നാട്ടിലേക്ക് വരാമെന്നൊക്കെ പറഞ്ഞൊക്കെ പറ്റുകയാണെങ്കിൽ ഓല് വരും. വന്നപ്പോൾ യോഗ ഡേ കാണാമല്ലേ. പിന്നെ ഞങ്ങൾ തിരിച്ച് വന്നിട്ട് യോഗ ഡേ കാണാമല്ലോ. ഇങ്ങനെ ഇന്നും ഇപ്പച്ചി വരുമ്പോൾ കൊണ്ടുവന്ന ഐസ്ക്രീമാണ് കേട്ടോ. ഐസ്ക്രീം കിട്ടിയ സന്തോഷത്തിലാണ് മക്കളൂസ്. ചിലപ്പോൾ ഒക്കെ ഐസ്ക്രീമൊന്നും പറ്റിയില്ല കേട്ടോ. മുട്ടായി തന്നെ വേണോ. ചിലപ്പോൾ ഐസ്ക്രീമൊക്കെ പറ്റുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഓരോന്ന് ഓരി വെച്ച് തരികയാണ് ഓല്. ഞങ്ങൾ നാട്ടിൽ പോയിക്കാണെങ്കിൽ മക്കൾ ഇങ്ങനെ ഒന്നും കിട്ടൂലല്ലോ. നമ്മൾ പെണ്ണുങ്ങളായിട്ടെങ്കിലും ഇറങ്ങി പോയിക്കാണെങ്കിൽ എപ്പോഴെങ്കിലും അല്ലേ പോകുക. അന്നപ്പം കൊണ്ടു കൊടുക്കുന്നതല്ലേ ഉണ്ടാവും. ഉപ്പച്ചിമാരും ഉപ്പമാരൊക്കെ നാട്ടിലുണ്ടെങ്കിൽ സുഖമാണ് കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ കിട്ടൂലല്ലോ. രാവിലെ പണിക്ക് പോയി രാത്രി വരുന്നവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ സാധനമൊക്കെ കൊണ്ടുതരികയല്ലോ. ഇതിപ്പോൾ ഓലൊന്നും ഗൾഫിലാണ്, മക്കളൊന്നും നാട്ടിലാണ്. പിന്നെ എപ്പോഴെങ്കിലും ഇവിടെ വരുന്നേരോ നാട്ടിൽ വരുന്നേരോ എല്ലാം ഉണ്ടാവുക. എന്നപ്പോൾ ഒരു ആഘോഷം തന്നെയാണ്. ഇങ്ങനെ ഇതൊക്കെയാണ് മക്കൾ നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. പിന്നെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തിയിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.